തിന്നർ ഉപയോഗിച്ചിട്ട് ഡ്രൈ ആയിപ്പോയ അക്രിലിക് പെയിൻ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാവേ. കുറേ നാളായിട്ട് ഞാനിങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നേ. എൻ്റെ ബ്രഷിലൊക്കെ നല്ല രീതിയിൽ ആ പെയിൻ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റിമൂവ് ആകുമെന്ന് നോക്കാം. അപ്പോൾ ശകലം തിന്നർ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ബ്രഷ് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. അപ്പം അതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ആ ബ്രഷിലുണ്ടായിരുന്ന പെയിൻ്റൊക്കെ. ഞാനിങ്ങനെ ഒരു വൈറ്റ് പേപ്പറിൽ അടിച്ചു കൊടുത്തപ്പോൾ നല്ല രീതിയിൽ പെയിൻറ്റ് പോലെ തന്നെ വന്നിട്ടുണ്ട്. അടുത്തത് വൈറ്റ് കളറ് പെയിൻറ്റിൽ ഞാൻ ഉപയോഗിച്ച ബ്രഷായിരുന്നു ഇത്. അതും ഏകദേശം നല്ല രീതിയിലൊന്ന് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കോട്ടൺ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അങ്ങ് തുടച്ച് കളഞ്ഞാലേ വൃത്തിയാവുള്ളൂ ബ്രഷ്. ഇത് കട്ട പിടിച്ച് പോയിട്ടുള്ള അക്രിലിക് പെയിൻ്റായിരുന്നേ. അതും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഈ സംഭവത്തിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പെയിൻ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ തിന്നറിലിങ്ങനെ മുക്കിയിട്ട് ഇതിൽ ഫുള്ളിങ്ങനെ തേച്ച് കൊടുക്കുകയാണേ. നല്ല രീതിയിൽ അതൊന്ന് റിമൂവായി വരുന്നുണ്ട്. ഈ തിന്നർ കയ്യിലൊക്കെ പറ്റിയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അവനവൻ്റെ കൈ അവനവൻ തന്നെ സൂക്ഷിക്കുക. ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി, എല്ലാം നല്ല രീതിയിൽ റിമൂവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല പഴകിയ ഒരു തുണി എടുത്തിട്ടുണ്ട്. ആവശ്യമൊന്നുമില്ലാത്ത തുണിയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരുപാട് അങ്ങ് ക്ലീൻ ചെയ്യാൻ നിന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഇനി ഇത്രയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആയി, ഒത്തിരി നാളായി ഈ സംഭവം ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതൊന്ന് മെൽറ്റ് ആവുമെന്ന് നോക്കാം. അത് അത്ര പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ചെറിയ രീതിയിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇളകി വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ കുറേ നേരം തിന്നറിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ മെൽറ്റായി കിട്ടുമായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.